വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ സത്യഭാമ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായേനെ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് എന്നിങ്ങനെ പറയും. അച്ഛനാകെ തകർന്നിരിക്കുകയാണെന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അമ്മ സമാധാനപ്പെടും, ഇതിപ്പോൾ എത്ര രൂപയാണ് നമുക്ക് ബാധ്യത വന്നിരിക്കുന്നത്, എങ്കിലല്ലേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഈ വിഷ്ണുവിൻ്റെ സംസാരമൊക്കെ ശാലിനിയാണെങ്കിൽ ആ ഉമ്മർത്തുനിന്ന് ശ്രദ്ധിക്കുകയാണ്. അന്നേരം 15 കോടി രൂപ എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ അന്തം വിട്ടുകയാണ്. 15 കോടി എന്നിങ്ങനെ വിഷ്ണു ഒന്നുകൂടെ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. അന്നേരം ആ ഉപേന്ദ്രനും എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചിരിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ വേരറുത്തിരിക്കുകയാണ്, നീ പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറയുമ്പോൾ അമ്മ ടെൻഷൻ അടിക്കേണ്ട, അച്ഛനെ സമാധാനപ്പെടുത്തും, ഞാൻ എന്താ ഉടനെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ശാലിനി അടുത്തേക്ക് വന്നിട്ട് എന്താ വിഷ്ണു ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ജീപ്പിലേക്ക് കയറാൻ തുടങ്ങിയാണ്. അന്നേരം വിഷ്ണു ഏട്ടാ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്. അന്നേരം എന്താണെങ്കിലും പറഞ്ഞിട്ട് പോ എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ അങ്ങ് വെപ്രാളത്തിലാണ്, ഈ കേട്ടതും ഈ പൈസയുടെ കണക്കും എല്ലാം കേട്ടതിലും കൂടി. അന്നേരം ഞാൻ വിളിക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യമാണെങ്കിൽ ഓടി ഇറങ്ങി വരികയാണ്, ശാരദാമ്മയും വരുന്നുണ്ട്. തുടർന്ന് ബിഗ് ഫ്രണ്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് കുട്ടിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്കൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം എങ്കിൽ ഞാൻ കൂടെ വരട്ടെ എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം മോളെ പിന്നെ കൊണ്ടുപോകാമെന്നിങ്ങനെ ശാലിനിയെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് കാറിൽ കയറി ശാലിനിയോട് തല ഉരുക്കി ഇങ്ങനെ യാത്ര പോലെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് കയറി പോവുകയാണ്. ആകെ വിഷ്ണുവിൻ്റെ വെപ്രാളമൊക്കെ കണ്ടിട്ട് ശാലിനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം പിന്നെ എന്താ അമ്മേ ബിഗ് ഫ്രണ്ടിന് പറ്റിയത് എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുമ്പോൾ അറിയില്ല മോളെ എന്ന് പറഞ്ഞിട്ട് വാന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പോവുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര ഉണ്ടായ സന്തോഷം എല്ലാം പോകുമോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോഴും വിഷ്ണുവിൻ്റെ ആ ഒരു അവസ്ഥയും വെപ്രാളവും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കയറി പോകുന്നത്. തുടർന്ന് ഈ വണ്ടി ഓടിച്ച് പോകുന്ന വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അന്ന് ശാലിനിയെ കാണാനായിട്ട് വന്നപ്പോൾ ശാലിനി പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പിന്നെ കാടിൽ കയറി മരം മുറിച്ചാൽ പരിസ്ഥിതി പ്രവർത്തകർ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് ഈട് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ കുടുംബം മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും, സർക്കാരിന് പിന്നെ അത് ഈട് നൽകിയ വസ്തു കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് വിഷ്ണു ആലോചിച്ചുകൊണ്ടാണ് അത് വണ്ടി ഓടിച്ചു പോകുന്നത്. അന്ന് ഉപേന്ദ്രൻ വന്ന ഫയലുകൾ എല്ലാവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതും ഒക്കെ ഇങ്ങനെ വിഷ്ണു ഓർക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സുസ്മിതയാണെങ്കിൽ സുസ്മിതയുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ ഈ വിഷ്ണുവും ശാലിനിയും തമ്മിൽ ഒന്നിച്ചതും ഈ കുട്ടികളുടെ കഥ വിഷ്ണു അറിഞ്ഞതും ഒക്കെ സുസ്മിത അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുസ്മിത ഈ സത്യയും കൊണ്ട് ഇങ്ങനെ വിഷ്ണു സത്യയും കൊണ്ട് ഇങ്ങനെ ബൈക്കിൽ പോകുന്നതൊക്കെ ആലോചിക്കുകയാണ്. അന്നേരം അത് എങ്ങനെയോ സുസ്മിത അറിഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആകെ ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് ചന്ദ്രബോസ് കാറിൽ നിന്നും വന്ന് ഇറങ്ങുന്നത്. ആകെ സന്തോഷത്തിൽ വരുന്ന ബോസാണെങ്കിൽ ഒരു ലഡുവിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ചിറ്റപ്പൻ വലിയ സന്തോഷത്തിലാണ് ചോദിക്കും. പിന്നെ ഉടേ തമ്പുരാൻ ചില കളികളൊക്കെ കളിക്കും, ഗുണദോഷ സമ്മിശ്രമായത്. പക്ഷേ ഈ ഉള്ളവൻ എന്നും ഗുണമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഈ ലഡു മോൾ അങ്ങോട്ട് കഴിക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്, എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു, ചന്ദ്രബോസ് വീണ്ടും ACP ആയിട്ട് ചാർജ് എടുക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ഇങ്ങ് ദേഷ്യം വരികയാണ്. സുസ്മിത ആണെങ്കിൽ ആ ലഡു അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതങ്ങ് ദൂരേക്ക് കളയുകയാണ്. അന്നേരം എന്താ മോളെ ഇത്, ചിറ്റപ്പൻ ഇത്രയും വലിയ സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ മോക്ക് എന്താ സന്തോഷം ഇല്ലാത്ത, ഇങ്ങനെ ഇരുന്ന് ആടിയാൽ പോരെ, വലിയ ഊഞ്ഞാലിട്ട് ആടണം എന്നൊക്കെ പറഞ്ഞാണ് ചന്ദ്രബോസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അന്നേരം സുസ്മിത പറയുകയാണ്, പക്ഷേ ചിറ്റപ്പൻ്റെ സന്തോഷത്തിൽ എനിക്ക് പങ്കുചേരാനായിട്ട് മാനസികമായിട്ട് കഴിയില്ല, വിഷ്ണുവിനെയും ശാലിനിയെയും എങ്ങനെയെങ്കിലും അകറ്റണം എന്നൊക്കെയാണ്, വർഗ്ഗശത്രുക്കളായി അവരെ ഒന്നിപ്പിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെയാണ് എൻ്റെ പിന്നെ അഭിലാഷങ്ങൾ, അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കണം എങ്കിലേ ഈ സുസ്മിതയ്ക്ക് സന്തോഷമാകുകയുള്ളൂ. ഇതിപ്പോൾ അച്ഛനും മക്കളും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുകയല്ലേ, അവരാണെങ്കിൽ ബീച്ചിലും പാർക്കിലും ഒക്കെ അങ്ങോട്ട് കറങ്ങി നടക്കുകയാണ്, മധുവിധം ആഘോഷിക്കുകയാണ്, ഇണക്കുരുവികളെ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ചന്ദ്രബോസും പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ, പക്ഷെ അതിന് ഈ ചിറ്റപ്പൻ തടയിടുക തന്നെ ചെയ്യും. പിന്നെ ഈ രോഹിത് ഉണ്ടല്ലോ, അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം, അവനെ ഒരു മനുഷ്യ ബോംബായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറക്കി വിടാം, സത്യഭാമയ്ക്കാണെങ്കിൽ ഇപ്പോൾ വീട് വരെ ഇരിക്കുന്ന മണ്ണ് വരെ കാൽച്ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോകുന്ന തരത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സുസ്മിത പറയുന്നുണ്ട്, ഇല്ല അച്ഛനും മക്കളും വിഷ്ണുവും കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ സത്യഭാമ ഇപ്പോൾ വിഷ്ണുവാണ് അവരുടെ ജീവനും ജീവിതവും ഒക്കെ, അപ്പോൾ വിഷ്ണുവിനെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ അത് ശാലിനി അംഗീകരിച്ചേ മതിയാകും എന്നാണെങ്കിൽ ശാലിനിയെ ഒപ്പം കൂട്ടാനായിട്ട് സത്യഭാമ തയ്യാറാവുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്നിക്കും, അപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴാണ് രോഹിത്തിനെ തന്നെ നമുക്ക് അവിടെ നിന്നൊരു വാൽഭാഗത്തെ നമുക്ക് കിട്ടിയിട്ടില്ലേ, അവനെ വെച്ച് തന്നെ അവനെ ശിഖണ്ഡിയായിട്ട് മുൻനിർത്തി തന്നെ നമുക്ക് അവരെ അങ്ങോട്ട് ആക്രമിക്കാം, മനുഷ്യ ബോംബായിട്ട് അവനെ അങ്ങോട്ട് ഇറക്കി വിടാം, പാല് തന്ന കൈക്ക് തന്നെ പാമ്പ് കൊത്തിക്കോട്ടെ, അപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് രോഹിത്
രോഹിത്തിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോൾ മദ്യം അവനൊരു മണവാട്ടിയായിട്ട് ഇരിക്കുക തന്നെയാണ്, അത് നമുക്കൊരു ഏകദേശം മുതലെടുക്കുക തന്നെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ചന്ദ്രബോസ് പറയുകയാണ്, അതിന് ഈ ചിറ്റപ്പൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കട്ടെ, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ലഡു എടുത്തുകൊണ്ട് വന്ന് സുസ്മിതയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മോൾ ഇത് കഴിക്കുക എന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ സത്യഭാമയുടെ ചാവടിയന്തിരത്തിന് പിന്നെ വരവ് വയ്ക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ തന്നെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അവരെ അടിച്ചിറക്കുക തന്നെ ചെയ്യും. വിഷ്ണുവിനെയും ശാലിനിയെയും ആ കുഞ്ഞിനെയും വരെ അടിച്ചിറക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഡയലോഗ് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. അത് അങ്ങനെ ഒരു സംഭവം നടന്നില്ലല്ലോ. അപ്പോൾ അടിച്ചിറക്കി എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, പക്ഷേ അതൊരു പരാജയമല്ലേ, നമ്മുടെയും സത്യഭാമയുടെയും പരാജയമല്ലേ, അവരച്ഛനും മക്കളും കൂടി ഒന്നിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ പിന്നെന്താണ് നമുക്കുള്ള വിജയം? വിഷ്ണുവിനെയും ശാലിനിയും ഒന്നിക്കാനായിട്ട് കഴിയരുത്, അകറ്റി നിർത്തുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഈ ചന്ദ്രബോസ് പറയുന്നുണ്ട്, അവർക്ക് അങ്ങനെ ഒളിച്ചല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. സത്യഭാമയ്ക്ക് 4 വശത്തും കണ്ണും മൂക്കും ഒക്കെയാണ്, അവരെങ്ങനെയെങ്കിലും ഒക്കെ ഇത് അറിയുകയൊക്കെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലാണ് പിന്നെ ഈ ചന്ദ്രബോസ് പറയുന്നത്, അങ്ങനെ മോളുടെ വിഷമം തീർക്കാനായിട്ട് ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം, അവരങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് ജീവിക്കട്ടെ, അച്ഛനും മക്കളും പിന്നെ ഭാര്യയും കൂടി ഒന്നിച്ചൊരു കൂരയിൽ ഒടുങ്ങിത്തീരുന്നത് മോളൊന്ന് ചിന്തിച്ച് നോക്കിയെന്ന് പറയുകയാണ്. അന്നേരം ചിന്തിച്ചാൽ അത് സാധ്യമാക്കണം, അതിന് എത്ര പണം വേണമെങ്കിലും ചിറ്റപ്പന് ഞാൻ തരാം, ശത്രുക്കളെ അവർ വിഷ്ണുവിനെയും ശാലിനിയും ദ്രോഹിക്കുന്നതിന് ഒരു അക്ഷയപാത്രമാണ് ഞാൻ, എത്രത്തോളം അവർ ദ്രോഹിക്കുന്നോ അത്രത്തോളം പണം ചിറ്റപ്പൻ്റെ അക്കൗണ്ടിലേക്ക് വരും, ഞാനത് തരും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസിനും അങ്ങോട്ട് വാശി കൂടുകയാണ്. അപ്പോൾ അവരങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് കുറേ പിന്നെ സന്തോഷിക്കട്ടെ, തമ്മിൽ സ്നേഹിച്ച് കഴിയുമ്പോഴാണ് അവരെ അങ്ങോട്ട് ദ്രോഹിക്കേണ്ടത്. അപ്പോൾ ഒന്നിനെ നഷ്ടപ്പെടുമ്പോൾ ആ വേദന കൂടുതലായിരിക്കും. അവരുടെ പുതുജീവന് ഇപ്പോൾ ഒരു പുതിയ ജീവിതമല്ലേ അവർ തുടങ്ങാൻ പോകുന്നത്, അതിന് മുന്നിൽ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു കഴുകനെ തന്നെ ഞാൻ അങ്ങോട്ട് സ്കെച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിപ്പോൾ ഈ ചന്ദ്രബോസ് ആണെങ്കിലും ഞാൻ തന്നെ ആ രീതികളൊക്കെ ചെയ്തോളാം, മോള് ധൈര്യമായിട്ടിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ഇങ്ങനെ ലഡുവും പിടിച്ച് നിൽക്കുകയാണ്. ഇതേസമയം രോഹിത് ആണെങ്കിൽ കുടിച്ച് ആകെ ലെക്ക് കെട്ട് പിന്നെ സത്യഭാമയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ ഇങ്ങനെ വരികയാണ്. വന്നിറങ്ങിയിട്ട് പിന്നെ എത്ര രൂപയെന്ന് ഓട്ടോയ്ക്ക് ചോദിച്ചിട്ട് ഓട്ടോ ചാർജ് കൊടുക്കുന്നുണ്ട്. അന്നേരം നിന്ന് ആടി ലെക്ക് കെട്ട് ഒരു ബോധമില്ലാതെയൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. തുടർന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ വിളിക്കുകയാണ്. അതിനു മുന്നേ അകത്ത് രാഘവൻ നായരാണെങ്കിൽ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് സെറ്റിയിലേക്ക് ഇരിക്കുമ്പോൾ ശ്യാമ ഗുളിക കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അച്ഛാ ഗുളികയാണ്, അന്നേരം കൊണ്ടുപോ, ഇതൊക്കെ കഴിച്ച് ആയുസ്സും ആരോഗ്യം കൂട്ടിയിട്ട് എന്തിനാണ്, ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാമ ഇങ്ങനെ വിഷമത്തേക്കാണ്. പിള്ളയൊക്കെ അവിടെയുണ്ട്, പൊന്നിയൊക്കെ ഉണ്ട്. ഈ സമയത്താണ് രോഹിത് ആട്ടോയിൽ വന്നിറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് വിളിക്കുന്നത്, എടി ശ്യാമേ ഇങ്ങോട്ട് ഇറങ്ങി വാന്ന് വിളിക്കുകയാണ്. അന്നേരം അത് രോഹിത്തിൻ്റെ ശബ്ദമല്ലേ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം രോഹിത് മുറ്റത്ത് നിന്ന് തന്നെ ബഹളം ഉണ്ടാക്കുകയാണ്, എന്നെ ഒരു കുഴിയിൽ തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഇരിക്കുകയാണ്, ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്നും പറഞ്ഞ് അവിടെ നിന്നങ്ങ് വിളിച്ചു പോവുകയാണ്. അന്നേരം ശ്യാമ അങ്ങോട്ട്, അത് രോഹിത്തല്ലേ അങ്ങോട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് ശ്യാമ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭാമ പറയുകയാണ്, വേണ്ട, അവനെന്തിനാ മുറ്റത്ത് നിന്ന് ഒച്ച ഉണ്ടാക്കുന്നത്, മുറ്റത്ത് നിന്ന് ഒച്ച ഉണ്ടാക്കുന്ന ആണുങ്ങൾക്ക് ചേർന്ന പണിയൊന്നുമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അകത്തേക്ക് കയറി വരട്ടെ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ശ്യാമ പോകുന്നില്ല. പക്ഷേ ശ്യാമയ്ക്ക് ആ കാര്യം മനസ്സിലാവുന്നുണ്ട്, കുടിച്ചിട്ടൊക്കെയാണ് രോഹിത് വരുന്നത് എന്നുള്ളത്. തുടർന്ന് രോഹിത് ആണെങ്കിൽ ശ്യാമ വരാത്തത് കൊണ്ട് ഇങ്ങനെ വീണ്ടും അല്ലാതെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഹാളിൽ എല്ലാവരും ഇരിക്കുന്ന കാണുകയാണ്. അന്നേരം അയ്യോ രോഹിത് എന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തിൻ്റെ ആ ഒരു പിന്നെ ഇത് അവസ്ഥ കണ്ടിട്ട് നിന്നങ്ങോട്ട് ആടുകയാണ്. എല്ലാവരും ഉണ്ടല്ലോ നന്നായി എന്നും പറഞ്ഞിട്ട് രോഹിത് ലാസ്റ്റിൽ കുടിച്ച ഒരാളിനെ പോലെ ഇങ്ങനെ അതേ രീതിക്ക് തന്നെ ഇങ്ങനെ നടന്നിങ്ങോട്ട് വരികയാണ്. അന്നേരം ഇത് കാണുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, രാഘവൻ നായർക്കും ഇങ്ങനെ ദേഷ്യം വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം പറച്ചിലും ഒക്കെ ആവുന്നതും രാഘവൻ നായർ രോഹിത്തിനെ തല്ലുന്നതും തിരിച്ച് പിന്നെ രോഹിത് പിടിച്ച് രാഘവൻ നായരെ തള്ളുന്നതും വിഷ്ണു വന്ന് അടിക്കുന്നതും പിന്നീട് അവിടെ നിന്ന് രോഹിത്തിനെ ഇറക്കി വിടുകയൊക്കെ ചെയ്യും. പിന്നീടാണ് രോഹിത് സുസ്മിതയുടെ അടുത്തേക്ക് പോകുന്നതും പിന്നെ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ സത്യഭാമയാണെങ്കിൽ അവിടേക്ക് വസുമതി വരുന്നതും ഉപേന്ദ്രൻ്റെ അടുത്ത് പോകുന്ന ആ ഒരു സീനുകളൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. എന്നാൽ ഉപേന്ദ്രൻ്റെ സത്യഭാമ നല്ലൊരു അടിയൊക്കെ കൊടുക്കും, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ല. പിന്നെ ഈ വീടൊക്കെ സത്യഭാമയ്ക്ക് വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്